എയർപോർട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾ ചെക്കിനായതിനു ശേഷം ഒന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് ലോ ടൈഡാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുങ്ങാനുള്ള വെള്ളം കാണില്ല. കാരണം കടലപ്പുറത്താണ്, ഇത് റീഫാണ്, കോറൽ റീഫാണ് ആ കാണുന്ന ഏരിയ. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ മുങ്ങാൻ നോക്കിയപ്പോഴാണ് കയ്യുമ്പോഴൊക്കെ കോറൽസ് തട്ടി ഒരു മുറിവ് പോലെയൊക്കെ വന്നത്. ഇതാണ് ഇവിടെ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറൽസ്. 172ഓളം സ്പീഷീസ് കോറൽസ് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും ചില ഐറ്റംസ് ആയിരിക്കും ഇവിടെ കാണുന്നത്. ഞാനിപ്പോൾ അവിടെ കണ്ട ജസ്റ്റ് സാധനങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ ഈ ലോ ടൈഡ് ഉള്ളപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കുളിക്കാനോ ഇതിനൊന്നും ശ്രമിക്കാതിരിക്കുക. ചെരുപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ കാല് മുറിയും. ഞങ്ങളങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തീരത്ത് എന്തോ അനങ്ങുന്നത് കണ്ടത്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു വലിയ ഈല് പോലത്തെ ഒരു മത്സ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങളിങ്ങനെ വീഡിയോയിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി ഞങ്ങളെ പെട്ടെന്ന് കാണുകയും പുള്ളി അവിടെ നിന്ന് സ്ഥലം വിടാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇവിടെ മിക്ക സാധനങ്ങളും നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവരണം. അതിനാൽ തന്നെ പച്ചക്കറികളും പല സാധനങ്ങളും ഞാൻ അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു, ഇവിടെ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ കൂട്ടത്തിൽ 2 തേങ്ങയും കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് തേങ്ങയല്ലാതെ ഒരു തേങ്ങയില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നതെന്നുള്ളത്. അതായത് കരയിൽ ആകെക്കൂടെ ഉള്ളത് തേങ്ങയാണ്. അപ്പോൾ ഹോട്ടലുകാർ എന്നെ നോക്കി ഭയങ്കര ശരിയായിരുന്നു, ഇവിടേക്ക് നിങ്ങൾ തേങ്ങ ഇറക്കുമതി ചെയ്തോന്നും പറഞ്ഞിട്ട്.